ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് ഭയങ്കര സങ്കടമാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് വളരെ പുതിയൊരു വിഷയമാണ്. എനിക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ ആരും സംസാരിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു വിഷയം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്ന്. ഓഫ് കോഴ്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോഷ്യൽ മീഡിയയിൽ മേ ബി എല്ലാവരും ചെയ്ത് കഴിയാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നാം കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. സ്ലോ ആയാലും എല്ലാം ഒന്ന് ബാക്ക് ടു ട്രാക്കിലോട്ട് എത്തും. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ബ്രിങ് മീ ബാക്ക് ഓൺ ദ ട്രാക്ക്. ഇടയ്ക്കൊക്കെ വീഴും, ബട്ട് സാരല്ല, ഇറ്റ് വിൽ കം ബാക്ക് എന്നാണ് എനിക്ക് ഡെഫിനറ്റ്ലി പറയാനുള്ളത്. ആൻഡ് രേണുസുധി റിലേറ്റ് ചെയ്തിട്ട് ഇന്നലെയും മെഞ്ഞാന്നുമൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് കുറേ വീഡിയോകളും കുറേ റീൽസുകളും കുറേ ചോദ്യങ്ങളും മറുപടികളൊക്കെ. അയൽവാസികൾ എന്തൊക്കെയോ രേണുസുധി പൊളി ഡാൻസറാന്ന് പറയുന്ന കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും എല്ലാ ക്ലിപ്പുകൾക്കും ഞാനൊരു റെസ്റ്റ് കൊടുക്കുന്നു. അതിൽ നിന്ന് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ അതിനെ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഡുവൽ അഭിപ്രായം ഓഫ് രേണു സുധീസ്, ആൻഡ് സെക്കൻഡ് തിങ് അൾട്ടിമേറ്റ് പുച്ഛം റിയാക്ഷൻസ് ഓഫ് രേണു സുധീസ്, ആൻഡ് ദ ഡോഗ് ഷോ ഓഫ് രേണു സുധീസ്. ഈ 3 സാധനങ്ങളാണ്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് അടിക്കാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. രേണു സുധി ഫൈനലി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്നറിയാലോ. സബ്സ്ക്രിപ്ഷൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ ചില വീഡിയോസ് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സബ്സ്ക്രിപ്ഷൻ എടുത്ത വ്യക്തികൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്ന് വെച്ചാൽ പെയ്ഡ് അവരുടെ ആ കൈൻഡ് ഓഫ് വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണം. രേണുസുധി ചേച്ചിയുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, എനിക്ക് തോന്നുന്നു 49 ഒരു മാസത്തേക്ക് രേണുസുധി ചേച്ചി വാങ്ങുന്നത്. ആൻഡ് 74 സബ്സ്ക്രൈബർ ഈ നേരം കൊണ്ട് രേണുസുധി ചേച്ചിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഇനി അത് കൂടിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 74 ആയിരുന്നു. അപ്പോൾ 74 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. സോ സബ്സ്ക്രിപ്ഷൻ ചാനലിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുമായിരിക്കാം. ചിലപ്പോൾ കുറേ പേര് ചില വ്ളോഗേഴ്സിൻ്റെ, അതുൽ വ്ളോഗ്സിൻ്റെ ഒക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ട് കണ്ടു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് വേറെയും നല്ല മീനിങ് ഉണ്ടാവില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് മീനിങ് പറയുന്നത് എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. ആ കാറ്റഗറി ഓഫ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് മേ ബി നിങ്ങൾ പറഞ്ഞതുപോലെ പല മീനിങ്ങുകൾ ഉണ്ടാവാം. ചിലപ്പം നല്ല വീഡിയോസ് ഇടുന്ന സബ്സ്ക്രിപ്ഷൻ ചാനലുണ്ട്, അല്ലാത്ത ചാനലും ഉണ്ട്. പൊതുവേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഈ കൈൻഡ് ഓഫ് വീഡിയോസാണ്. ആൻഡ് സബ്സ്ക്രിപ്ഷനുള്ള ഒരുപാട് ചാനൽസ് അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. ഇവരൊക്കെ ലൈവ് സ്ട്രീമിൽ വരുന്നതും ഇവരിടുന്ന ഡ്രസ്സിങ്ങും ഇവരുദ്ദേശിക്കുന്ന സ്റ്റൈലും വേറെ ഒന്നാണ്. ആൻഡ് ഇതൊരു ഏർണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ ഒരു റോങ് തിങ്ങാന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് ഏർണിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വഴി ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വില്ലിങ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ ചെയ്യൂ എന്നേ പറയാൻ പറ്റൂ. എനിക്ക് പേഴ്സണലി ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് കരുതി ലോകത്തുള്ള ആരും ചെയ്യരുത് എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇല്ല. അപ്പം ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു സാധനമാണ് ഈ അബൌട്ട് സബ്സ്ക്രിപ്ഷൻ. രേണു ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൽ കൂടെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. എന്നാലും സബ്സ്ക്രിപ്ഷൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എന്നുള്ള രീതി തുടക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില റീൽസുകളൊക്കെ ഞാൻ പേജ് കണ്ടു. അതൊക്കെ നമുക്കിവിടെ സൈഡിൽ കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയ ഇനാഗ്രേഷൻ, ഷോർട്ട് ഫിലിം, ചെറിയ ആർട്ട് ഫിലിം,
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇൻ്റർവ്യൂസ് ശേഷം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മണി ഏർണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രേണുസുതി നല്ല രീതിയിൽ പൈസ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സ്വന്തമായി അധ്വാനിച്ച് ചെയ്യും. ഇനി കരച്ചിൽ സ്ട്രാറ്റജി, കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. കാരണം ഒരു LKG UKG പഠിക്കുന്ന ഒരു കുട്ടീനെ നോക്കാൻ രേണു എത്ര കഷ്ടപ്പെടണം എന്നുള്ളത് നമുക്കറിയാം. കിച്ചുവിനിപ്പോൾ രേണു പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത്രമാത്രം അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിപ്പ് കാര്യങ്ങളൊക്കെ അതാ നോക്കുന്നത്. കിച്ചു ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോം ഉള്ള ആളാണ്. കിച്ചു കാറ് വാങ്ങിയതിൽ നിന്ന് തന്നെ കിച്ചുവിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏകദേശം ഊഹിക്കാലോ. അപ്പോൾ രേണുവിന് ഇനി പൈസയും വെച്ച് നന്നായിട്ട് ഇനി മുന്നോട്ട് ജീവിക്കാം. എന്തായാലും സബ്സ്ക്രിപ്ഷൻ അങ്ങ് കൊള്ളാം. ആൻഡ് ഒരു ചോദ്യം, നിങ്ങൾ എത്ര പേര് രേണുവിൻ്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്? ഉണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കണം കേട്ടോ. ഞാൻ എന്തായാലും എടുക്കുന്നില്ല, കാരണം രേണു അല്ലേ, ഇന്നോ നാളെ അത് പുറത്തു വരും. അതുകൊണ്ട് അങ്ങനെ കാണാം. ഇനി രേണുസുതി ചേച്ചി റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു റീൽസ് ഞാനിവിടെ സൈഡിൽ കൂടെ പ്ലേ ചെയ്യാം. അപ്പം ഈ റീൽസ് എന്താന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രേണുസുതി ചേച്ചി ഒരു കാറിൽ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയം ആ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ കവർ ചെയ്തപ്പോൾ ആ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ പൊക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ പാട്ടിനോട് ചേർന്ന് കൊണ്ട് രേണുസുതി ചേച്ചി ഒരു ഉണ്ട കാണിക്കുന്നുണ്ട്. ഇതാണ് റീൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സീറ്റ് ബെൽറ്റിൻ്റെ താഴെ രേണുസുതിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് രേണുസുതിയുടെ ഒരു ക്ലീവേജ്. ആൻഡ് ചില ആൾക്കാർ ഈ ക്ലീവേജ് കാണുന്ന സമയത്ത് ഇങ്ങനെ ആക്കും, ചില ആൾക്കാർ ഇങ്ങനെയാക്കും, ചില ആൾക്കാർ ഇങ്ങനെയാക്കും. അത് അവരുടെ ക്വാളിറ്റി, അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ ഇഷ്ടം. പക്ഷേ പ്രഹസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ലോകത്തുള്ള എല്ലാവരും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മറഞ്ഞു പിടിച്ച് ഉള്ള വസ്ത്രധാരണ ഉള്ള ആൾക്കാരല്ല. അവർ എക്സ്പോസ് ചെയ്യുന്നവരുണ്ട്, മോഡേൺ ഡ്രസ്സ് ഇടുന്നവരുണ്ട്, ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. അവരവരുടെ കംഫോർട്ടിൻ്റെ ഭാഗമായി വസ്ത്രം ധരിക്കുന്നതും ആരെയോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി പ്രഹസിപ്പിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മാത്രം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ. അപ്പം ഇങ്ങനെ മാറ്റി ഇങ്ങനെയുള്ളൊരു സിമ്പലിൽ കൂടെ പലതും കൺവേ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്താൽ ഇതിൻ്റെയൊക്കെ കുറേ പതിപ്പുകളായിരിക്കാം മേ ബി മറ്റേൽ കാണാൻ പോകുന്നത്. ആൻഡ് അടുത്തത് രേണുസുതിയുടെ ഡാൻസാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നൃത്യാലയങ്ങൾക്കാണ്. പണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, അലീഗ്രോ 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 അലേ അലീഗ്രോ. ഇപ്പം ഏഗ്രകളിൽ നിന്നൊക്കെ മാറിയിട്ട് തുള്ളലുകളിലോട്ട് രേണുസുതി പോയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഒറ്റ വീഡിയോൻ്റെയും കമൻ്റ് ഓണല്ല. കാരണം കമൻ്റ് ഓൺ ആണെങ്കിൽ രേണുസുതിൻ്റെ ഡാൻസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്കതിൽ കാണാൻ പറ്റും. കമൻ്റ് ഓൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അഭിപ്രായങ്ങളും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഡാൻസുകളും കാണാൻ പറ്റും. നല്ല വെറൈറ്റി ഡാൻസും വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. ഞാൻ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് വോളുകൾ എന്ന് വെച്ചാൽ രേണുസുതിക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ, അല്ലെ രേണുസുതിൻ്റെ കമൻറ്റ് സൈഡിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് രേണു ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് ഭയങ്കര സങ്കടമാണ്. എടോ, രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദന എടുക്കും. നിങ്ങൾ എന്നെ തല്ലിയാൽ എനിക്ക് വേദന എടുക്കും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻസും എനിക്ക് ചിരിയാണ് വരാറ്. എന്തൊരു കുശുപ്പാണ് നിങ്ങൾക്ക്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലേ, എന്തൊരു കുശുമ്പാണോ തനിക്കൊക്കെ. എന്നെ കുശുമ്പന്മാരാ. നിനക്കൊന്നും മരുന്നില്ല, അസുഖയ്ക്ക് കുശുമ്പിന് മരുന്നില്ല. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. എന്തൊരു ക്യൂട്ട് റിയാക്ഷൻ വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ ക്യൂട്ട്നെസ് എവിടെ നിന്നൊക്കെ എടുത്ത് വലിച്ചു വാരിയതുപോലെ തോന്നി. ആദ്യം തന്നെ രേണു ചേച്ചി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇട്ടോളൂ. കമൻ്റ് ഒന്നും രേണുസുതിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം കമൻ്റ് ഇട്ടാലും ഞാനിതൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല. കാരണം നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും, ഞാൻ വളർന്നുയരും എന്ന് പറഞ്ഞ ചേച്ചിക്ക് 3 സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. ഈ 3 സ്ക്രീൻഷോട്ടിലും ചേച്ചി എന്താ കമൻ്റ് ഓൺ ചെയ്യാത്ത? എന്തു പറ്റി? കമൻ്റ് എൻ്റെ ഇതിൽ പോലും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ രേണുസുതി ആൻറ്റി എന്തുകൊണ്ടാണ് കമൻ്റ് ഓപ്പൺ ചെയ്യാത്ത? അത് മോശമായില്ലേ?
അത് മോശമായില്ലേ? നമ്മളൊക്കെ എത്ര പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഡുവൽ ഡാഡി സിൻഡ്രോം അല്ലേ ഇത്? നിങ്ങളുടെ കമൻറ്റ് എനിക്കൊരു വിഷയമല്ല എന്നും സ്വന്തം വീഡിയോയിലോട്ട് വരുന്ന സമയം കമൻറ്റ് ഓഫ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ അതിന് എന്ത് അഭിപ്രായമാണ് ഞങ്ങൾ പറയേണ്ടത്? പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വ്യക്തിഗത സ്വാതന്ത്ര്യമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് രേണു സുധീൻ്റെ വീടിൻ്റെ ഉള്ളത്തെ മുറിയോ അല്ല, അതൊരു പബ്ലിക് സ്പേസിലാണ്. പബ്ലിക് സ്പേസിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധീനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് രേണുവിൻ്റെ ഈ ചിരി കളിയിൽ കൂടെ നമുക്ക് മനസ്സിലായൊരു കാര്യം, രേണു സുധിക്ക് ഒന്നും ഹേർട്ട് ആവുന്നില്ല, രേണു സുധിക്ക് ഒന്നും കുഴപ്പമില്ല, കമൻ്റ് ഇടാം, പറയാം, സംസാരിക്കാം എന്നുള്ള സാധനങ്ങളാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പറയുന്നുണ്ടെങ്കിൽ അത് ഇത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തെറ്റായിട്ടുള്ള കാര്യമാണോ? അല്ല. കാരണം രേണു ചേച്ചിക്ക് ഇതൊരു വിഷയമല്ല. ആൻഡ് കമൻറ്റുകൾ അത്ര മോശപ്പെട്ട കമൻറ്റുകളല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട്, അവർക്ക് ആർക്കും ഈ കമൻറ്റ് കിട്ടുന്നില്ലല്ലോ. പിന്നെ വിമർശനങ്ങൾ എടുക്കാൻ തയ്യാറാവുന്ന വ്യക്തികളെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് വിമർശിക്കുമ്പം എനിക്ക് നെഗറ്റീവ്സ് ഒരുപാട് ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. നെഗറ്റീവ്സ് ഒന്നും വരാൻ പാടില്ല, എൻ്റെ വീഡിയോയിൽ പോസിറ്റീവ് മാത്രമേ വരാൻ പറ്റൂ, കാരണം ഞാൻ പോസിറ്റീവിൻ്റെ പര്യായം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സ് കേട്ടുകൊണ്ടിരിക്കും. ആ നെഗറ്റീവ്സ് കേട്ടാൻ വില്ലിങ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി. അതിന് ഈ കൈൻഡ് ഓഫ് പ്രഹസന തരത്തിലുള്ള ചേച്ചി ഉദ്ദേശിച്ചത് എന്താണ്? കളിയാക്കിയതാണോ, പരിഹസിച്ചതാണോ, പുച്ഛിച്ചതാണോ, സർക്കാസ്റ്റിക് ലൈനാണോ, എന്ത് ലൈനാ പിടിച്ചേ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പിടിച്ച ലൈൻ കുറച്ച് കോമഡി ആയി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ആ ഒരു വിചാരമേ ഇല്ല. രേണു സുധി ഇതിൽ പറഞ്ഞൊരു സാധനമാണ്, നിങ്ങളുടെ വിചാരം എന്താ, നിങ്ങളുടെ കമൻറ്റ് ഇല്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി നെഗറ്റീവ് കമൻസ് ചോദിച്ച് വാങ്ങുക എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി നെഗറ്റീവ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം രേണുവിന് നെഗറ്റീവാണ് വേണ്ടത്. നെഗറ്റീവ് കമൻസ്, നെഗറ്റീവ് റീച്ചാണ് രേണുവിന് വേണ്ടത്, പോസിറ്റീവിനേക്കാൾ കൂടുതൽ. അതിനാണ് രേണു ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇടുന്നത് രേണുവിന് സന്തോഷമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു കമൻറ്റാണ്, നിങ്ങൾ ഈ വീഡിയോ ഇടുന്നതാണ് അവർക്ക് റീച്ച് ഉണ്ടാക്കുന്നത്, നിങ്ങൾ വീഡിയോ ഇടാണ്ട് നിന്നൂടെ എന്നുള്ളത്. ഞങ്ങൾ വീഡിയോ ഇടാണ്ട് നിന്നാൽ ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി രേണു സുധി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കുറച്ച് കമൻറ്റ് നോക്കി, അതിൽ നോക്കിയിട്ടുള്ള ഒരു 1-2 കമൻറ്റ് ഞാൻ വായിച്ചു തരാം. അല്ലേലും സത്യം പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത്? ഉള്ളിൽ സങ്കടമുണ്ടെന്ന് ആ പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, എന്നിട്ട് വളിഞ്ഞ ചിരി ചിരിക്കുന്നു. സങ്കടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ദിവസവും വന്നിരുന്ന് മെഴുകണേ? നീ കമൻറ്റ് നോക്കാറുമില്ല എന്നല്ലേ പറച്ചിൽ? നിന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇങ്ങനെ വന്ന് കാറുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ ആളുകൾ കമൻ്റ് ഇടും, നല്ലതാണെങ്കിൽ നല്ലത് ഇടും, ചീത്തയാണെങ്കിൽ ചീത്ത ഇടും. ഇതുപോലെ കുറേ കമൻസ് ഉണ്ട്. അത് ശരിയാണ്, നിന്റെ കെട്ടിയോൻ ചത്തിട്ട് നിനക്ക് സങ്കടമില്ല, പിന്നെയാണ് മറ്റുള്ളവരെ പറയുന്നത് കേട്ട്. എന്തൊരഹങ്കാരം, കുശുമ്പ് തോന്നാൻ പറ്റിയ സാധനം. അധികം വൈകാതെ വീട്ടിൽ ചൊരിഞ്ഞിരിക്കുന്നത് കാണാം, അപ്പോഴും കാണാം ഈ ചൊറിഞ്ഞിരിക്കുന്ന കാണാം. അപ്പം ഇങ്ങനെ ഒരുപാട് കമൻസ്. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ശരിക്കും പരതിയത് രേണു സുധി സപ്പോർട്ടേഴ്സ് എല്ലാം വരും എന്നാണ്. പക്ഷേ വീഡിയോൻ്റെ താഴെ ഫുൾ നെഗറ്റീവ് കമൻറ്റാണ്. കാരണം സ്വന്തം ഭർത്താവ് വെച്ചിട്ട് സങ്കടമില്ലാത്തവൾക്കാണ് ഇത് എന്ന രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഓക്കെ, ദാറ്റ് കോക്കനട്ട് വിൽ ടോക്ക് ലേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് രേണു സുധി ചേച്ചി കാണിക്കുന്ന ഡുവൽ ഡാഡി സിൻഡ്രോം. കാരണം എനിക്കൊരു വിഷയമല്ല എന്ന് പറയുകയും പലതും വിഷയമായി തോന്നുകയും അത് പൊള്ളിയതിൻ്റെ റിഫ്ലക്ഷനിൽ സംസാരിക്കുകയും എന്നാൽ ഇനി കേൾക്കാതിരിക്കാൻ വേണ്ടി കമൻറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് രേണു ഷെഡി. ഇനി രേണു സുധിയുടെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുള്ള 2 വ്യക്തികളോട് രേണു സുധി റിയാക്ട് ചെയ്തിട്ടുള്ള രീതി ഒന്ന് നോക്കാം. ചേച്ചി എന്നെ കൊന്നു കഴിഞ്ഞാൽ ചേച്ചി ജയിലിൽ പോകത്തില്ലയോ? ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് വധഭീഷണി നടത്തിയേക്കുന്നത്, എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പബ്ലിക്കായിട്ട് എന്തുവാ ചേച്ചിക്കെതിരെ ഞാൻ കേസ് കൊടുത്താൽ ഏത് ഫേക്ക് ആണെന്ന് ചേച്ചിയെ പൊക്കത്തില്ലേ? ഈ കമന്റിൽ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള വേർഡാണ്. ഒരിക്കലും ഒരാളെയും വിളിക്കേണ്ട ഒരു വേർഡല്ല. അങ്ങനെ ഒരു വേർഡ് രേണു സുധീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതും 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. അവരൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാൻ ഉള്ള ഒരു സാധനമല്ല. അപ്പം ഇത്രയും നേരം ഞാൻ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ക്രിട്ടിസൈസ് ചെയ്തു, കാരണം അവിടെ തെറ്റുള്ളതുകൊണ്ട്. എന്നാൽ ശരിയുള്ള സമയത്ത് ശരി എന്നും നമ്മളിവിടെ പറയും.
ഇനി അടുത്ത വീഡിയോ. എടാ മോനെ, പല്ലിയെ കൊന്നാലും കേസുണ്ടടാ. നിനക്ക് മുകളിലൊരു ആളുണ്ടല്ലോ, എന്താ പറയാ, ദൈവം എന്ന് പറയുന്നത്. എന്തിനാ വെറുതെ പല്ലിയെ തല്ലിക്കൊല്ലുന്നത്? അതെന്തെങ്കിലും ഉപദ്രവം നിനക്ക് ചെയ്തു? ഓ, നീ ഉദ്ദേശിച്ച എന്നെയാണല്ലോ, ഞാനാണല്ലോ നിന്റെ പല്ലി. ഓ. ആൻഡ് ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ വട്ടപ്പേരുകൾ, അതും അവരൊരിക്കലും എൻജോയ് ചെയ്യാത്ത വട്ടപ്പേരുകൾ ഇട്ട് വിളിക്കുക, ഇതിനോടൊന്നും ഒരു വിധേനയും യോജിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ ബേസിക്കലി എൻജോയ് ചെയ്യുന്ന ഒരു സാധനമേ അല്ല. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ കൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൺവേ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന രേണുസുധിയുടെ ഇഷ്ടപ്പെടുന്നവരല്ല ഇഷ്ടപ്പെടാത്തവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ആ ഒരു വ്യക്തിനെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എന്നും ശരി വന്നാൽ ശരി എന്നും പറയും. ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.